PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും 2024 PSC മഠത്തിലുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ള ചോദ്യങ്ങളെ സെലക്ട് ചെയ്തെടുത്തിട്ട്, അതായത് സയൻസ് വിഭാഗത്തിൽ നിന്ന് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നീ 3 സബ്ജക്റ്റുകളിൽ നിന്ന് 2024 ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ചോദിച്ചുള്ള ചോദ്യങ്ങളെ തിരഞ്ഞെടുത്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് കേട്ടോ. വേണ്ടവർ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്ത് കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പ് 2024 ചോദിച്ചുള്ള മുഴുവൻ സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാം. പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 37 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. കൊറോണറി ധമനികൾ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഹൃദയാഘാതമാണ്. താഴെ തന്നിരിക്കുന്നവ ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന താഴെ തന്നിരിക്കുന്നവയില്? ജീവകം B3 അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര. മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ് രോഗാണു? ഫൈലേറിയ വിരയാണ് കേട്ടോ. എൻസൈമുകളില്ലാത്ത ദഹനരസം ഏത് എന്ന് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എൻസൈമുകളില്ലാത്ത ദഹനരസം എന്ന് പറയുന്നത് പിത്തരസമാണ്. താഴെ തന്നിരിക്കുന്നവ ദൂരത്തിന്റെ യൂണിറ്റ് ദൂരത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞ ഏതാ? ഓപ്ഷൻ സി മീറ്ററും പ്രകാശവർഷവുമാണ് കേട്ടോ. മഴവിലുണ്ടാകുന്നതിന് കാരണം ഏതാണ്? 43 ഓപ്ഷൻ സി ആണ്. പ്രകാശ പ്രകീരണമാണ്. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്? 44 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ആദ്യത്തെ എലിമെന്റ് വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-57 ആണ് കേട്ടോ. അടുത്തത് ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലൂണാർ റോവറിന്റെ പേരെന്താണ്? 46 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പ്രഖ്യാൻ ആണ്. ഏതാണ് കേവല പൂജ്യ ഊഷ്മാവ്? ഏതാണ്? ഓപ്ഷൻ സി -273 ഡിഗ്രിയാണ്. S ബ്ലോക്ക് P ബ്ലോക്ക് മൂലകങ്ങൾ ചേർത്തു പറയുന്ന പേര് ഏതാണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ. ലോഹങ്ങൾ നേർപ്പിച്ച് ആസിഡുമായി പ്രവർത്തിക്കുന്നുണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഏതാണ്? ഹൈഡ്രജൻ. പുതിയതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരം അതേതാ? കാർബൺ വില ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്? ഏത് മൂലമാണ്? 32 ഡോപ്പോമിൻ ആണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ എ ഡോപ്പോമിൻ ആണ്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ഏതാണ്? ഓപ്ഷൻ സി സിറോഫ്താൽമി ആണ് കേട്ടോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിക്കുന്നവ ഏത് എന്ന് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ 3 and 4 ആണ് കേട്ടോ തെറ്റായിട്ട് വരുന്നത്. RNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? RNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഓപ്ഷൻ ബി തൈമിൻ ആണ്. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2020 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ചെറുതനെയാണ് കേട്ടോ. ആലപ്പുഴയിൽ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ അർഹനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? 37 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡു വെയ്സ്മാൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? റേഡിയോ തരംഗമാണ്. പ്രതലത്തിൽ SI യൂണിറ്റ് പ്രസ്താവിക്കുന്നത്? ഈ ചോദ്യം PSC ആൻസർ ആയിട്ടുള്ളതാണ് കേട്ടോ. 39. 220 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പാലയ പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പാലയ പ്രവേഗം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്? 40 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? 41 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ ബി 7.4 ആണ്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏതാണ്? 43 ഓപ്ഷൻ എ ആണ് കേട്ടോ. നിക്കലാണ്. വായു കുമിളകൾ താഴെ നിന്നും ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് എന്തിന്റെ ഉദാഹരണമാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? 44 റൈറ്റ് ആൻസർ ആയിട്ട് വരിക
ഓപ്ഷൻ ബി ബോയിൽ നിയമമാണ്. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ഓപ്ഷൻ ഡി ഹീലിയം ആണ്. അമ്മന്നൂർ മാധവ് ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഓപ്ഷൻ സി കൂടിയാട്ടമാണ്. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏതാണ്? 47 ഓപ്ഷൻ ബി ഫുട്ബോൾ ആണ് കേട്ടോ. അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകം ഏതാണത്? ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ് ആണ്. താഴെ തന്നിരുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 33 റൈറ്റ് ആൻസർ ഏതാണ്? 3 മാത്രം. വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ എന്നുള്ളതാണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2023 ഡേവിഡ് ജൂലിയസും ആൻഡ്രോ പെറ്റാബും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏതു മേഖലയിലാണ്? 34 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ വൈദ്യശാസ്ത്രമാണ് കേട്ടോ. ഇനി ചേരുംപടി ചേർത്ത് ഉചിതമായിട്ടുള്ള ഉത്തരം തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ചേരുംപടി ചേർത്ത് നോക്കിക്കേ. 35 റൈറ്റ് ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് കേട്ടോ. കുട്ടികളുടെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനും കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഏത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? മിഠായി ആണ്. കൊറോണ വൈറസിന്റെ വകഭേദമായിട്ടുള്ള B11529 ഇവയിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? എന്താണ് സൂചിപ്പിക്കുന്നത്? ഒമിക്രോണിനെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. 38 PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. 2 വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിൽ സമാന്തരവുമായിട്ടുള്ള ബലം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 39 ഓപ്ഷൻ സി ഘർഷണ ബലമാണ്. സ്ഥിരവേഗതയും വ്യത്യസ്ത വേഗവും ഉള്ള ചലനത്തിന് ഉദാഹരണം ഏത്? 40 ഓപ്ഷൻ ബി സമവർത്തുള ചലനമാണ്. ഏതു മേഖല പരീക്ഷണങ്ങൾക്കാണ് അലക്സ് ജോൺ എഫ് ക്ലോണർ, ആന്റൺ സിൽസൺ എന്നിവർക്ക് 2000 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ആർക്കാണ്? ഓപ്ഷൻ സി ക്വാണ്ടം മെക്കാനിക്സിനാണ് കേട്ടോ. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസ സമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 42 റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 110 ഗ്രാം ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ലൂയിസ് ആസിഡ് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. എക്സ് ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും വൈ ഒരു 17ാം ഗ്രൂപ്പ് മൂലവും ആണെങ്കിൽ എക്സ് വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 44 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. XY2 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവന അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. 45 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് സ്റ്റീൽ ഒരു ലോഹമാണെന്നുള്ള പ്രസ്താവന, പിന്നെ അതുപോലെ തന്നെ 2 സ്റ്റീൽ അലോഹ സങ്കരമാണെന്നുള്ള പ്രസ്താവനയുമാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബറിയെ സംബന്ധിക്കുന്ന ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ബെറിബറിയെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന്? തെറ്റാണ്. ഫസ്റ്റ്, തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ശരിയാണ്. ശിശുക്കളും ചെറിയ കുട്ടികളും പോഷകാഹാര വൈകല്യം. ശരിയാണോ? തെറ്റാണ്. രോഗം കൂടുതൽ രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തി കണ്ടുവരുന്നു. ശരിയാണോ? ശരിയാണ്. ന്യൂമറിറ്റി പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ശരിയാണോ? ശരിയാണ്. അപ്പോ 2, 4, 5 ആണ് ശരി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വച്ചാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എവിടെയാണ്? 36 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഏതാ? സി ആണ്. UAE ആണ് കേട്ടോ. ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്ക് പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഗ്രന്ഥി? 37 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥിയാണ്. ഏത് താപനില സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഏതിനകത്തായിരിക്കും തുല്യമായിരിക്കുക? -40 ഡിഗ്രി. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡ് പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുപാതികമാണ്. ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിന്റെ ഒരു ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവ എന്തിനാണ് മാറ്റമില്ലാത്തത്? ഏതിനാണ് മാറ്റമില്ലാത്തതായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആവർത്തിയാണ്. ചന്ദ്രൻ 3യുടെ റോവർ താഴെ പറഞ്ഞ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഓപ്ഷൻ ഡി എയും സിയുടെയും സാന്നിധ്യം, അതായത് ഓക്സിജൻ ആൻഡ് സൾഫറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. അക്കോർജി എന്തിന്റെ ഒരു മിശ്രിതമാണ്? ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആയിട്ട് വരിക. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യമാണ് ഏതാണ്? വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അലുമിനിയം ആണ്.
ദ്രവ്യത്തിന്റെ ആറ്റോമിക് സിദ്ധാന്തം ആദ്യം അവതരിപ്പിച്ചത് ആരാണ് അവതരിപ്പിച്ചത്? ഓപ്ഷൻ ഡി ജോൺ ഡാൾട്ടൺ ആണ് അവതരിപ്പിച്ചത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ഓപ്ഷൻ സി വാങ്കരി മാതായി ആണ് കേട്ടോ. ദി സിഡറ്റൽ എന്ന നോവലിന്റെ രചയിതാവ് ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? ആരാണ്? 47 ഓപ്ഷൻ ഡി ആണ് കേട്ടോ, AJ ക്രോണിംഗ്. കേരളത്തിൽ ഫോർഡി എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്ത രോഗം ഏത്? അപ്പൊ ഏതാണ് 32 റൈറ്റ് ആൻസർ ആയിട്ട്? ഓപ്ഷൻ ബി പെല്ലഗ്രയാണ് കേട്ടോ. AB രക്തഗ്രൂപ്പിലുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണമായ അവയുടെ രക്തത്തിൽ എന്തുണ്ട്? 33 റൈറ്റ് ആൻസർ. പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ശരീരപേശികൾ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതുവായിട്ട് വരിക 34 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, പൊട്ടാസ്യം ആണ്. മനുഷ്യർ 24 മണിക്കൂറിനുള്ളിൽ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? 35 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി മെലാട്ടോണിൻ ആണ്. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് കേരള സർക്കാർ പദ്ധതിയുടെ ഒരു? ഓപ്ഷൻ സി പരിരക്ഷയാണ്. 1987 വായു മലിനീകരണ തടയൽ നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകര വസ്തുക്കളിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 37 ഓപ്ഷൻ എ ശബ്ദമാണ് കേട്ടോ. ഏതാണ്? ശബ്ദമാണ്. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി നിശ്ചയിച്ച പരിധി കിട്ടും വിധം എറിയുന്ന, അപ്പോൾ അതിന്റെ ഇതെങ്ങനെ വരുന്നു എന്നാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. 38 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി തിരശ്ചീന പ്രഭ. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് അതിന്റെ ഫോക്കസ് ദൂരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി 12 മീറ്റർ ആണ്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാന്റെ 3ന്റെ ഏതാണ് ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നതായിട്ട് പറയുന്നത്? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായി ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ്. റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ്. സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണം നടത്തുന്നതിന് ശരിയാണ്. മൂന്നും ശരിയാണ് തന്നെയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാചകങ്ങളെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായത് വരുന്നത്? ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടിക ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത്. ശരി തന്നെയാണ്. ഗ്ലാസ് ഒരു കഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. ശരിയാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറും. തെറ്റാണ്. പാലിന് pH മൂല്യം 7ൽ കൂടുതലാണ്. തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് അതുകൊണ്ട് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വാതക നിയമമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി ചാൾസ് നിയമമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അസ്ഥിക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം? ഓപ്ഷൻ എ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഒരു അസ്ഥി മറ്റൊന്നിന് ഇരുദിശയിലേക്ക് തിരിയുന്ന സന്ധി ഏതാണ്? വിജാഗിരി സന്ധിയാണ്. സി ആകൃതിയിലുള്ള എണ്ണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാ? ഓപ്ഷൻ സി ട്രാക്കിയാണ്. ഇനി നമുക്ക് 56ാമത്തെ ശരിയായിട്ടുള്ള ജോഡി ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. 56 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം അതുപോലെ 3ഉമാണ് ശരി. കാക്കയും പൂച്ചയുമാണ് ശരിയായിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ജീവികളുടെ ഹൃദയ അറകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനാൽ ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. എന്ന് പറയുന്ന എന്തിലേക്ക് വരും? പാറ്റയ്ക്ക് എത്രയുണ്ട്? 13 പാറ്റയ്ക്ക് വരിക. 13 ഹൃദയ അറകളാണ് പാറ്റയ്ക്ക് ഉള്ളത്. ബി പല്ലിക്ക് എത്രയുണ്ട്? പല്ലിക്ക് 4 ഹൃദയ അറകളാണ് പല്ലിക്കുള്ളത്. ദെൻ സി പക്ഷിക്ക് എത്രയുണ്ട്? പക്ഷിക്ക് സോറി ഇതിന് ചെറിയ മിസ്റ്റേക്ക് പറ്റി കേട്ടോ. കറക്റ്റ് അല്ല. ഒന്നോടെ നോക്കാം. ഓക്കെ, ഒന്നോടെ ഞാൻ ചിന്തിച്ചു നോക്കട്ടെ. പാറ്റയ്ക്ക് എത്ര വരും നോക്കി? 57. നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കിയാലോ? 57 പാറ്റയ്ക്ക് 3 ആണ് വരുന്നത്. ഓക്കെ, 13 പാറ്റ 13. ബി പല്ലിക്ക് എത്ര വരും? പല്ലിക്ക് 3 ആണ് വരിക. അതായത് 3 ഹൃദയറകളാണ്. പാറ്റയ്ക്കാണ് 13 ഹൃദയറകൾ. ഏറ്റവും കൂടുതൽ പാറ്റയ്ക്കാണ് വരുന്നത്. ദെൻ പക്ഷിക്ക് 4 ഹൃദയറയാണ് പക്ഷിക്ക് വരിക. മത്സ്യത്തിന് എന്ത് വരും? 2. ഓക്കെ, കറക്റ്റ് ആണോ? അതെ, ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇനി
പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്ന ഏത് വർഷത്തെ പരിസ്ഥിതിത്തിന്റെ തീമാണ്? ഏത് വർഷത്തിന്റെയാ? 58 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി 2023 കേട്ടോ. സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? ഈ പറയുന്നതിൽ ഏതാണ് സങ്കര ഇനം തക്കാളി അല്ലാത്തതെന്ന് ചോദിച്ചേക്കുന്നത് ഹരിതയാണ്. ഭാരതത്തിന്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ്. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ്? 4 ഡയോപ്റ്റർ ആണ്. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ഏതാണ് അതിൽ വരുന്ന ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ 62 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഈ ചോദ്യം PSC ക്യാൻസൽ ആയിട്ടുള്ളതാണ് കേട്ടോ. ഒരു കുതിരശക്തി എത്ര വാൾട്ട് ആകുന്നു? ഓപ്ഷൻ ഡി 746 വാൾട്ടാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഈ ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്? എന്താണ് റോവറിന്റെ പേര്? പ്രഖ്യാനാണ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേര്? 67 ഓപ്ഷൻ എ അമൃതം ആരോഗ്യം എന്നതാണ് കേട്ടോ. വായുവിലൂടെ പകരുന്ന രോഗമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 68 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 3 മാത്രമാണ് ശരി. സിറോഫ്താൽമി എന്ന രോഗം ഉണ്ടാകുന്ന ഏത് വൈറ്റമിൻ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലമാണ്? ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ്? ഓപ്ഷൻ ബി വൈറ്റമിൻ എയുടെ ആണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ് ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത്? 2014 നവംബർ 9-നാണ്. ഗ്ലൂക്കോമ ശരീരത്തെ ഏത് അവയവത്തെ ബാധിക്കുന്നു? ഗ്ലൂക്കോമ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണിനെയാണ് ഗ്ലൂക്കോമ ബാധിക്കുന്നത് ഓർക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന വൈറസ് രോഗമല്ലാത്തത് ഏത്? ചുവടെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്ത ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാ? എലിപ്പനിയാണ്. താഴെ പറഞ്ഞ ജീവിതശൈലി രോഗത്തിൽ പെടാത്തത് ഏതാണ് ജീവിതശൈലി രോഗത്തിൽ പെടാത്തത്? മലേറിയ ആണ്. മാനസിക രോഗവിമുക്തരുടെ പുനരധിവാസ സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ഏതാണ് പദ്ധതിയുടെ പേര്? 75 റൈറ്റ് ആൻസർ വരിക. ഓപ്ഷൻ ബി സ്നേഹക്കൂടാണ്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമേ റിപ്പോർട്ട് ചെയ്ത രാജ്യം? ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്കയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതും ശ്വാസകോശ രോഗമല്ലാത്ത തിരഞ്ഞെടുക്കുക. ഏതാണ് ശ്വാസകോശ രോഗമല്ലാത്ത വരുന്നത്? നൈഫ്രക്ടീസ് ആണ് കേട്ടോ. ഭിന്നശേഷിയ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ആ പദ്ധതി? മാതൃജ്യോതിയാണ്. മനുഷ്യരുടെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. ചുവടെ നിർത്തിയതിന് ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. 80 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 2ഉം ക്ഷയവും ബാക്ടീരിയ അതുപോലെ തന്നെ നിപ്പ വൈറസ് 2ഉം 3ഉമാണ് ശരി. എലിപ്പനി തെറ്റാണ്. അതുപോലെ വട്ടച്ചൊറി തെറ്റാണ്. അപ്പോ 2ഉം 4ഉം ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഏറ്റവും കഠിനമേറിയ വസ്തു പല്ലിലെ ഇനാമൽ, അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് ചോദിച്ചേക്കുന്നത്. ചോദ്യം PSC ക്യാൻസർ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം എ ആണ്. ശരിയാണ്. നാഡികളെയും ചുവന്ന രക്താണുക്കളെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഇ ആണ്. ശരിയാണ്. മുറിവുണ്ടാകും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ശരിയാണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ബി ആണ്. പ്രസ്താവന തെറ്റാണ്. അപ്പോ ബി മാത്രമാണ് വരുന്ന. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഒരു ബാക്ടീരിയ പകർച്ചവ്യാധി കുഷ്ഠം മറ്റൊരാൾക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? കുഷ്ഠം പകരുക? ഓപ്ഷൻ ബി സമ്പർക്കം മുഖേന. കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്ന സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി 64 സ്നേഹസ്പർശമാണ്. രോഗമുക്തകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തന ഫാങ്കോസൈറ്റിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരീരത്തിലെ ശ്വേത രക്താണുക്കൾ ഏതെല്ലാമാണ്? 65 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. പയർ ചെടിയുടെ സങ്കര ഇനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മിയാണ്. വനവിഭവം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? മണ്ണെണ്ണയാണ് വനവിഭവം അല്ലാത്തത്. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം ഏതാണ്? അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി ശുദ്ധജലത്തിന്റെ pH എത്രയാണ്? ശുദ്ധജലത്തിന്റെ pH എല്ലാവർക്കും അറിയാലോ. എത്രയാണ് ശുദ്ധജലത്തിന്റെ pH വരിക? 77 ആണ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആരുടെ സംഭാവനയാണ്? 71 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി റൂദർഫോർഡ് ആണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? അയിരായിട്ടാണ് വരുന്നത്? സിങ്കിന്റെ അയിരാണ്. ഉത്കൃഷ്ട വാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ 18. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തതായിട്ട് വരുന്നത് 74 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിനാണ്. ഭക്ഷ്യവസ്തുക്കൾ ചുവപ്പ് നിറം ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? ഓപ്ഷൻ ബി
കാർമോയിൽസിനാണ്. ഒരു വസ്തുവിന് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭ്രമണ ചലനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ബഹിരാകാശയാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ആരാണ് ബഹിരാകാശം നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്? രാകേഷ് ശർമ്മയാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ഉണ്ടാകുന്ന വൃതിയാനം ഏതാ? പ്രകീർണമാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപ പ്രക്ഷേപണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ബാഷ്പീകരണമാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഏതാ? 80 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് കാറ്റ്, അതുപോലെ തന്നെ തിരമാല എന്നിവയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അവർക്ക് പരുദാഹരണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്ന് രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലിയുടെ മർദ്ദം കൂടുതലുമായതിനാൽ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 37 എന്ന് പറയുന്നത് ചോദ്യം PSC ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PSC ക്യാൻസൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിന്റെ ഭാഗമായി ലയിക്കുന്നത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് ജലത്തിന്റെ ഭാഗമായിട്ട് ലയിക്കുന്നത്? ഓപ്ഷൻ ബി ക്ലോറോഫോം ആണ്. ഇനി